മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സ്റ്റാലിൻ്റെയും ബാലചന്ദ്രൻ്റെയും തിരിച്ചറിവുകളും വൈജയന്തിയുടെ കഥകൾ കൂടുതൽ ബാലചന്ദ്രൻ തിരിച്ചറിയുന്നതുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞ് സ്റ്റാലിൻ തുടങ്ങുന്നുണ്ട്. വൈജയെ ഞാൻ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തതാണ്, പദ്ധതി മെനഞ്ഞതാണ്. പക്ഷേ ഈ ഗംഗേട്ടനും ശിവനും എന്ന് പറയുന്നവനും പിന്നെ രാജീവ് എന്ന് പറയുന്നവനും കൂടി തന്നെയാണ് ഞങ്ങളെ തമ്മിൽ വേർപിരിച്ചത്. നിങ്ങൾക്ക് ഈ അവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അതിന് ഞാനൊരു കാരണക്കാരനേയല്ല. വൈജയെ വിവാഹം കഴിക്കാൻ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ വൈജയന്തിയുടെ ആ കഥ, അവരെയും വൈജയന്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ കഥ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മകൾ ജനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാലിൻ അത് തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ അലീനയെ കൂട്ടിക്കൊണ്ടുവന്ന് വൈജയുടെ അടുത്ത് കാര്യം അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഗംഗനെയും രാജീവനെയും ഒക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകർ.